മാസപ്പടി കേസിലും എക്സാലോജിക് ഇടപാടുകളിലും പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപണങ്ങൾ കടുപ്പിച്ചതിനു പിന്നാലെ ശക്തമായ പ്രതികരണവുമായി പി എ മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അസംബന്ധമാണെന്നും മാധ്യമങ്ങൾക്ക് മേൽ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സാമ്പത്തിക വിനിമയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കേസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. വീണ വിജയന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും മെയ് 27 ഇഡി നടപ്പിലാക്കിയ പരിശോധനയിലാണ് നിർണായകമായ ഡയറിയും സാമ്പത്തിക കൈപ്പടക്കുറിപ്പുകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. കേസിലെ അന്വേഷണത്തിൽ വഴിത്തിരിവായ ഇഡി കണ്ടെടുത്ത ഡയറിയിൽ പണം നൽകിയ വ്യക്തികളുടെ വിവരങ്ങൾ, വിവിധ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച സാമ്പത്തിക കണക്കുകൾ, വിദേശത്തേക്ക് ഹവാല മാർഗങ്ങളിലൂടെ അയച്ച തുകകൾ എന്നിവ വ്യക്തമായി വീണയുടെ സ്വന്തം കൈപ്പടയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് കറൻസിയായ 3.49 ലക്ഷം ദർഹമാണ്, അതായത് ഏകദേശം 85 ലക്ഷം രൂപയാണ് അനധികൃത ഹവാല മാർഗങ്ങളിലൂടെ ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡി ആരോപിക്കുന്നത്. ഇതുകൂടാതെ 20 കോടി രൂപയുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഈ രഹസ്യ ഡയറിയിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. സാമ്പത്തിക തെളിവുകൾക്ക് പുറമെ മറ്റൊരു വ്യക്തിയുടെ പേരിലെടുത്ത സിം കാർഡിന്റെ ചിത്രങ്ങളും വീണയുടെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വൈഫൈ റൂട്ടർ വഴി ഇന്റർനെറ്റ് അധിഷ്ഠിത ഫോൺ വിളികൾ നടത്തിയാണ് വ്യാജ സിം ഉപയോഗിച്ചതെന്ന് ഇഡി സംശയിക്കുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെടുത്തി തികച്ചും വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് മുഹമ്മദ് റിയാസ്. ഇഡി അന്വേഷണത്തെയും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആരോപണങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞ മുഹമ്മദ് റിയാസ് അസംബന്ധ കഥകൾ നിർമ്മിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. വിഷയത്തിൽ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ബോധ്യമുള്ളതിനാൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ ആരോപണങ്ങളെ നിയമപരമായി നേരിടും. വസ്തുതാവിരുദ്ധവും അസംബന്ധവുമായ വാർത്തകൾ ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ വഴികളും തേടാൻ തന്നെയാണ് തീരുമാനം. വ്യാജ പ്രചരണങ്ങൾ അയച്ചുവിടുന്ന മാധ്യമങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ശക്തമായ കേസ് ഫയൽ ചെയ്യുന്നതിനായി അഭിഭാഷകരുമായി കൂടിയാലോചന നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വ്യക്തിഹത്യ നടത്താനും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും ലക്ഷ്യമിട്ടാണ് ഇല്ലാത്ത കഥകൾ പടച്ചുവിടുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അതേസമയം കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇഡി നടത്തുന്ന പരിശോധനകളെയും തുടർന്നുള്ള വാർത്തകളെയും രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാനാണ് CPMന്റെ തീരുമാനം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വിപുലമായ ജനകീയ പ്രതിരോധവും വിശദീകരണ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും.